അപ്പോൾ അതേ കഴിഞ്ഞ തവണ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടോർച്ചാണ്. ആ ടോർച്ച് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ കൊണ്ടുവന്ന് 12 മണിക്കൂർ കുത്തിയിട്ട് കേട്ടോ, 12 മണിക്കൂർ കുത്തിയെന്ന് പറഞ്ഞത്. അപ്പം വലിയ ബാറ്ററിയാണ്, അപ്പോൾ അത്രയും നേരം കുത്തിയിട്ടാൽ മാത്രമാണ് ചാർജായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതേ 12 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് നല്ല അടിപൊളി വെട്ടമുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം മേടിച്ച ടോർച്ചിൻ്റെ പോലത്തെ ലെൻസ് അല്ല, ഇത് നോർമൽ ലൈറ്റാണ്. അപ്പം അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. പക്ഷേ ആദ്യത്തെ ടോർച്ചിൻ്റെ അത്രയും ലോങ് കിട്ടിയില്ല. പക്ഷേ ഇതിന് നല്ല ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്. മറ്റേത് അരമണിക്കൂർ കിട്ടുള്ളൂ, ഇത് 40 മണിക്കൂറൊക്കെ പറയുന്നുണ്ട്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. അതേ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു വരാൽ കുഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ഈ ടോർച്ചിൻ്റെ ഒരു പരീക്ഷണം എന്ന മട്ടിൽ നമ്മൾ കായൽ വരെ ഒന്ന് പോയി നോക്കുവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമ്പിയൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് കുത്തി നോക്കാം. ഈ കമ്പി ഉണ്ടോ, നമ്മൾ മീൻ കുത്താൻ പോണ കമ്പിയാണ് കേട്ടോ. ഇതിൻ്റെ തുമ്പത്തൊരു വെള്ളയ്ക്ക കുത്തി വെച്ചില്ലെങ്കിൽ നമ്മൾ ബൈക്കിനാണ് പോകുന്നത്. അപ്പം സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ ഉണ്ടല്ലോ, ആരുടെയും മേത്ത് കുത്തി കയറി കഴിഞ്ഞാൽ ഡേഞ്ചർ. അപ്പോൾ അതുകൊണ്ട് ഇതിന് തുമ്പത്തൊരു വെള്ളയ്ക്ക കുത്തി വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് സേഫായിട്ടിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ രാത്രിയാണല്ലോ പോണത്. ഇപ്പോൾ സമയം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ടോർച്ച് എന്ന് പറയുന്നത് കാസ്റ്റർ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ടോർച്ചാണ് കേട്ടോ. 2300 രൂപയാണ് ടോർച്ചിൻ്റെ വില വരുന്നത്. നല്ല ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ വീശാൻ പോയിട്ടുള്ള നമ്മുടെ ആ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ചീനവലക്കാരൊക്കെ മൊത്തം കംപ്ലീറ്റ് ലൈറ്റ് ഇട്ട് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര പ്രകാശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചിലപ്പം നമുക്ക് ചാൻസ് കുറവാണ്. കാരണം ഇത്രയും വെട്ടോ അനക്കമൊക്കെ ഉള്ളത് കൊണ്ട് അവർ വലയുടെ പണിയും കാര്യങ്ങളൊക്കെ നടത്താൻ ഇഷ്ടംപോലെ ആൾക്കാരും ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. കരിമീൻ്റെ സീസൺ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കമ്പിയായിട്ട് കുത്താനായിട്ട് എളുപ്പമാണ്. പിന്നെ നമ്മൾ നോക്കി കുത്തണം, ഇഷ്ടംപോലെ കല്ലുണ്ട് ഇതിനിടയിൽ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് കുത്തിയില്ലെങ്കിൽ കല്ല് കുത്തി കയറി നമ്മുടെ കമ്പി ഒടിഞ്ഞു പോകും. നല്ല വെട്ടമുണ്ടല്ലോടാ അതിന്. അല്ല ഈ വേറെ ഈ കമ്പോലയുടെ ലൈറ്റിന് വെയിറ്റ് അപ്പുറം ഓടിക്കണ്ട. നമ്മൾ കരിമീനെ നോക്കിയിട്ടാണ് വന്നത്. എന്നാലും ഒരു വരാലുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കുത്തിയിട്ട് കിട്ടിയില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് അനങ്ങാണ്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കുത്തിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ പായൽ മാറ്റുമ്പോഴത്തേക്കും അതിന് ഓടുന്നത് കൊണ്ട് നമുക്ക് കുത്തിയിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനിയിപ്പം നോക്കാം, മുമ്പോട്ട് പോയി നോക്കാം. കുറച്ച് ഉള്ളിലോട്ട് കയറി പോകാനുള്ളൊരു വഴിയുണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ആ ഭാഗത്തെല്ലാം ഇഷ്ടംപോലെ ഈ ചീനവലയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ എല്ലാം ലൈറ്റ് ഇട്ടേക്കാണ് കേട്ടോ. പിന്നെ നല്ല വേനൽക്കാലം കൂടി ആയതുകൊണ്ടുണ്ടല്ലോ, ഒരുപാട് പുല്ലൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നടന്നു പോകാം, കുഴപ്പമില്ല. നമ്മുടെ രണ്ടാമത്തെ അറ്റംപ്റ്റും പാളിയിട്ടുണ്ട്. കാരണം നമ്മൾ ജസ്റ്റ് ടോർച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ മാത്രം കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാര്യമായിട്ടൊന്നും നമ്മൾ തയ്യാറായിട്ടൊന്നും പോകുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കമ്പി മാത്രമേ ഉള്ളൂ. ആ ഒരു കമ്പിക്ക് കൂരും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുത്തി കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ മീൻ ഊരിപ്പോവും. അപ്പോൾ കുത്തി വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയെടുക്കണം. ആ ഒരു തരത്തിലുള്ളൊരു കമ്പിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് മീൻ കുത്താൻ ഇറങ്ങുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ കറക്റ്റായിട്ട് നമ്മൾ എല്ലാ തയ്യാറെടുപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഏതായാലും ഇന്നത്തെ ഈ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കിന്ന് മീനും കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിലുള്ള വെട്ടവും വെളിച്ചവും കാര്യങ്ങളൊക്കെയാണ്. രാത്രി അത്യാവശ്യം നല്ല സൈലൻ്റൊക്കെ ആയിട്ട് കിടന്നാൽ മാത്രമാണ് നമുക്ക് കരിമീനോ കാര്യങ്ങളൊക്കെ നമുക്ക് കുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. വീട് വലക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബഹളവും അതുപോലെ തന്നെ നല്ല വെളിച്ചവും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ നിൽക്കാൻ ചാൻസ് ഇല്ലെന്നാണ് പറയുന്നത്. നമ്മളുടെ ഈ ഒരു ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. നമുക്ക് ഇതിനു മുമ്പ് തന്നെ ഈ ഒരു സ്പോട്ടിൽ തന്നെ വന്നിട്ട് നമ്മൾ വല വീശാനായിട്ട് വന്നിട്ട് ഒരു ബക്കറ്റ് നിറയെ ചെമ്മീൻ പിടിച്ചുകൊണ്ട് പോയ വീഡിയോയും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ല ഒരു തിരിവുള്ളൊരു ഭാഗമായതുകൊണ്ട് തന്നെ ഒരുപാട് മീനും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. പക്ഷേ ഇന്ന് ചീനവലക്കാർ തുരുതുരാ വലയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആ ഒരു വലക്കാർ നമ്മുടെ വെള്ളത്തിൽ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ അനക്കമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ മീൻ അധികം നിൽക്കാൻ ചാൻസ് ഇല്ലെന്നാണ് പറയുന്നത് കേട്ടോ. രാത്രിയിലെ ആ ഒരു ഫിഷിങ് വേറൊരു വൈബാണ് കേട്ടോ. കാരണം നമുക്ക് എല്ലാ മീനുകളും സൈലൻ്റായിട്ട് അവർ നിൽക്കുന്ന സമയമായിരിക്കും. നമുക്ക് ചെല്ലുമ്പോൾ ടോർച്ച് അടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ കുത്തിയെടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനങ്ങാതെ തന്നെ ഇങ്ങനെ നിൽക്കും. ഇപ്പം നമ്മൾ കരിമീനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളതിൻ്റെ കണ്ണിലേക്ക് ടോർച്ച് അടിച്ച് ചെയ്യുമ്പോഴത്തേക്കും അനങ്ങാതെ നിൽക്കും കേട്ടോ. പിന്നെ നമുക്ക് കുത്തിയോ അല്ലെങ്കിൽ നമ്മുടെ ഗണ്ണോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് അതിനെ പിടിക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ വരുമ്പോൾ കായലിൻ്റെ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. കല്ലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുത്തിയെടുക്കാം.
ഇവിടെ കണ്ടോ ചീനവലയുടെ സെൻട്രലായിട്ട് ഇട്ടിരിക്കുന്ന ലൈറ്റ് ഉണ്ടോ, നല്ല വലിയ ലൈറ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്ന ലൈറ്റാണ്. ഈ ഒരു വെട്ടം കണ്ടിട്ട് തന്നെ ചെമ്മീനും കാര്യങ്ങളെല്ലാം തന്നെ കയറി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ വലയിലും ഇത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. രാത്രി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കായലിൽ നിറയെ ലൈറ്റായിരിക്കും, കാണാൻ തന്നെ വേറൊരു വൈബാണ്. രാത്രിയിൽ വീഡിയോ എടുത്ത് ഞാൻ കാണാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് കേട്ടോ. എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. കാര്യം നമ്മൾ എന്തെങ്കിലും മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഒരു ബോണസാണ്. പിന്നെ നമുക്ക് വീഡിയോയിലൊരു ബോണസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിനൊരു കാരണമുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഏതായാലും ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ മഴയൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ വലിയ പാടായിരിക്കും. ഈ ഒരു ഭാഗത്ത് നല്ല പുല്ലെല്ലാം ഒരു കാട് കയറുന്നു. ഇപ്പോൾ മഴയൊന്നുമില്ല, നല്ല വേനൽക്കാലം, നല്ല വേനൽ ടൈം ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. കായലിൻ്റെ സൈഡ് ഫുള്ള് കൽക്കെട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് മെല്ലെ കുത്തിയെടുക്കാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ കൊഞ്ചിൻ്റെ സീസണിലുണ്ടല്ലോ ഒരു ചേട്ടൻ എന്തോരം കൊഞ്ചാണ് ഇവിടെ നിന്ന് കുത്തിയെടുത്തത്. എല്ലാം നല്ല സൈസ് കൊഞ്ചുകളാണ് കേട്ടോ. ഇഷ്ടം പോലെ കൊഞ്ചുകളുണ്ട്. നമ്മൾ തീറ്റയിട്ട് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്കും അതെല്ലാം കൊഞ്ചിങ്ങനെ വന്ന് മെല്ലെ തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോഴത്തേക്കും നമുക്ക് ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കുത്തിയെടുക്കാൻ പറ്റും. ഒരു ചേട്ടൻ കുത്തിയെടുത്തുകൊണ്ട് പോകണേ ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൊഞ്ചൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സമയത്ത് നമ്മളിവിടെ വീശാൻ വന്നിട്ട് നമ്മളൊരു ബക്കറ്റ് നിറയെ ചെമ്മീൻ പിടിച്ചുകൊണ്ട് പോയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു സമയത്ത് തന്നെ കൊഞ്ചും ഉണ്ട്, ചെമ്മീൻ ഉണ്ടാവും കേട്ടോ. ഈ ഒരു സമയത്ത് ഇപ്പോൾ ചെമ്മീൻ കുറവാണ്, എല്ലാം ചെറിയ ചെമ്മീനുകളാണ്. കൊഞ്ചുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇല്ല. കൊഞ്ചിൻ്റെ സീസണിൽ അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ വരുന്നുണ്ടാവും. ഉറപ്പായിട്ടും നമ്മൾ കൊഞ്ച് പിടിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. രാത്രിയിലെ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ലോ ലൈറ്റ് ഇതായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ അത്ര കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ നമുക്ക് എപ്പോഴും പോകുന്നൊരു പരിപാടിയല്ല. രാത്രി നമ്മൾ മീൻ കുത്താനായിട്ട് പോകുന്ന പരിപാടി എപ്പോഴും പോകുന്ന പരിപാടിയല്ല. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോ ആക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് ദൂരത്തേക്ക് പോകുന്ന നോക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കായലിൻ്റെ നടുക്ക് തന്നെ ഒരു ഐലൻഡ് പോലെ തന്നെ ഒരു സ്ഥലമുണ്ട്. ആ ഭാഗത്ത് ഇഷ്ടം പോലെ ചെമ്മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെമ്മീനും കരിമീനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളത് കിട്ടും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ. പക്ഷേ അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. നമ്മുടെ കയ്യിൽ വെള്ളമില്ല. ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ ബൈക്കിനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയി കിടക്കില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കര സൈഡൊക്കെ നോക്കി പോകുവാണ്. കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. കൊടുത്ത് ഇവിടെ അവനെ കുത്തു കൊണ്ടുവരാ. പിന്നെ അവൻ പാളി മറിഞ്ഞായിരുന്നു. ചെറുതല്ലടാ. അങ്ങനെ കുറേ നേരം നോക്കി വന്നതിന് ശേഷം നമുക്ക് ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. ചെറിയ കരിമീനാണ്. ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല, എന്നാൽ അത്ര വലുതുമല്ല. ഒരു മീഡിയം ടൈപ്പ് കരിമീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് കുത്തി കഴിഞ്ഞാൽ ഇറങ്ങി വേണം ഊരിയെടുക്കാനായിട്ട്. കാര്യം നമ്മുടെ കമ്പിക്ക് കൂരും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുത്തുമ്പോൾ തന്നെ ഇവൻ പാളി കല്ലിനടക്കോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇത്രയും നേരം വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു മീൻ മാത്രമാണ് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു എമരാട്ട് കായലിൽ നിന്നൊരു മീൻ പിടിച്ച് വിറ്റ് ജീവിക്കുന്ന ആളുകളാണ്. അതായത് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് മീൻ പിടിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടം പോലെ മീൻ കിട്ടും. അവരുടെ കയ്യിൽ ഒരുപാട് വലകളും അതുപോലെ തന്നെ വള്ളവും എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. നമ്മളതിൽ കമ്പി മാത്രമേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ഇറങ്ങിയാണ്. അതുകൊണ്ടാണ് ഇത് വീഡിയോ ആക്കിയിട്ടുള്ളത് കേട്ടോ. യഥാർത്ഥ ഫിഷിംഗ് മാന്മാരൊന്നും വീഡിയോ എടുക്കുന്നുണ്ടാവില്ല. അവർക്കൊക്കെ ഇഷ്ടം പോലെ മീൻ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഏതായാലും നമുക്ക് നല്ല അടിപൊളി ഫിഷിംഗ് നൈറ്റ് വീഡിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോയി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കണം. അടുത്ത പ്രാവശ്യം ആവട്ടെ, നോക്കട്ടെ. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരുപാട് മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അഭിപ്രായം പറയാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.
നല്ല ധൈര്യമുണ്ടോ? എടുത്തിട്ടടിക്കുന്നു.